ഹായ് ഹലോ വെൽക്കം മൈ ഡിയേഴ്സ്. നമുക്കിന്ന് 3 കാർഡുകൾ എടുത്ത് നോക്കാം. ആദ്യം നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. 5 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഡ്രോപ്പിൻ്റെ കാർഡാണ്. അതായത് നമ്മൾ വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് വന്നു, ഹാപ്പി ആയിരുന്നു, സെലിബ്രേറ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പെട്ടെന്ന് നമുക്കൊരു നിരാശാബോധം വരുന്ന ഒരു കാർഡാണ് 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ പോയ വഴി ശരിയായില്ല, കണ്ട ആളുകൾ ശരിയായില്ല, അങ്ങനെയുള്ള നെഗറ്റീവ് വികാരങ്ങളെ കാണിക്കുന്ന ഒരു കാർഡാണ് 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് ഗൈഡൻസ് നൽകുന്നത് നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാവാം, നഷ്ടപ്പെട്ട എന്തിനോ ഓർത്ത് വേദനിച്ച് നിൽക്കുന്ന ആളുകൾ ആവാം എന്നാണ് യൂണിവേഴ്സ് നമ്മളിൽ കാണുന്ന ഒരു കാര്യം. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന ഗൈഡൻസ് അതാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാവാം യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ കിങ് ഓഫ് വാൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഒരു ആശയ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാർഡാണ്. അതായത് നമ്മൾ നിരാശയിൽ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ വേദനയിൽ സംശയിച്ചു നിൽക്കാതെ അല്ലെങ്കിൽ വേദനിച്ചു നിൽക്കാതെ മുന്നോട്ട് പോവുക. വാൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫയറിൻ്റെ എനർജിയാണ്. അപ്പം മുന്നോട്ട് ഒരു തീയായിട്ട് മുന്നോട്ട് പോവുക, നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഒരു പക്വത നേടുക, വികാരങ്ങളിൽ പക്വത നേടുക. ഈ കപ്സ് എപ്പോഴും വികാരങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പം വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോവാതെ നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി, അതായത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കി മുന്നോട്ട് പോവുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് ഔട്ട്കം പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചപ്പോൾ 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു കാർഡാണ്, അതും വികാരത്തിൻ്റെ കാർഡാണ്. അത് ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെ, അതായത് സന്തോഷകരമായ ഒരു ഫാമിലിയെ കാണിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, അതായത് കിങ് ഓഫ് വാൺസിനെ പോലെ ഒരു പക്വതയിൽ ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം എന്നാണ് കാർഡ് കാണിക്കുന്നത്. അപ്പോൾ ഈ 3 കാർഡുകളിലും നമ്മൾ എന്താണെന്നാണ് ആദ്യം യൂണിവേഴ്സ് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഏതോ ഒരു നിരാശയിൽ മുങ്ങി, അല്ലെങ്കിൽ എന്തോ ഒരു നഷ്ടത്തെ ഓർത്ത് ഒന്നും ചെയ്യാനാവാതെ നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു ആദ്യത്തേത്. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കിങ് ഓഫ് വാൺസിനെ പോലെ എല്ലാ കാര്യത്തിലും പക്വത നേടുക, അതായത് തീയിലുള്ള ഊർജ്ജം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് 3ാമത്തെ കപ്പ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ഫാമിലി കൂടെ ഉണ്ടാവും എന്നും ആണ് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.